ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജോഗ്രഫിയിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ടുള്ള സമുദ്രങ്ങളെക്കുറിച്ചാണ്. സമുദ്രങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓഷ്യാനോഗ്രഫി എന്നാണ്. ലോക സമുദ്ര ദിനം ജൂൺ മാസം 8-ാം തീയതി. UN സമുദ്രവർഷം 1998. സമുദ്രത്തിനടിയിൽ മന്ത്രിസഭായോഗം ചേർന്ന രാജ്യം മാലിദ്വീപ്. ഏറ്റവും വലിയ ഗൾഫാണ് ഗൾഫ് ഓഫ് മെക്സിക്കോ. ലോകത്തെ കപ്പൽ ഗതാഗതത്തിൻ്റെ 1/3 നടക്കുന്നത് ചൈന കടലിലാണ്. ഭൂതലത്തിൽ 71% സമുദ്രജലത്താൽ ആവൃതമാണ്. സമുദ്രത്തിൻ്റെ ആഴം അളക്കുന്ന ഉപകരണമാണ് ഫാത്തോമീറ്റർ. സമുദ്ര തരംഗങ്ങളുടെ സഹായത്തോടെ സമുദ്രത്തിൻ്റെ ആഴം അളക്കുന്ന ഉപകരണം എക്കോ സൗണ്ടർ. ഒരു രാജ്യത്തിൻ്റെ തീരത്ത് നിന്നും 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രഭാഗത്തെ അറിയപ്പെടുന്നത് ടെറിട്ടോറിയൽ വാട്ടർ എന്നാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് കോണ്ടൂർ രേഖ. കോണ്ടൂർ രേഖകളുടെ നിറം തവിട്ടാണ്. പൂർണ്ണമായിട്ടും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗമാണ് ദ്വീപ്. 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗം ഉപദ്വീപ് അഥവാ പെനിൻസുല എന്നാണ് വിളിക്കുന്നത്. ജലത്തിനടിയിൽ പരന്ന് കാണപ്പെടുന്ന കടൽ കൊടുമുടികളാണ് ഗയോട്ട്. ലോക സമുദ്രങ്ങൾ. പ്രധാനമായിട്ടും 5 ലോക മഹാസമുദ്രങ്ങളാണ് നമുക്കുള്ളത്. 1 പസഫിക് സമുദ്രം, 2 അറ്റ്ലാന്റിക് സമുദ്രം, 3 ഇന്ത്യൻ മഹാസമുദ്രം, 4 അന്റാർട്ടിക് സമുദ്രം, 5 ആർട്ടിക് സമുദ്രം. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് പസഫിക് സമുദ്രത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ മഹാസമുദ്രമാണ് പസഫിക് സമുദ്രം. മഹാസമുദ്രങ്ങളിൽ ഏറ്റവും ആഴമേറിയ സമുദ്രം, ലോകത്ത് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്ന സമുദ്രം, റിംഗ് ഓഫ് ഫയർ സ്ഥിതി ചെയ്യുന്ന സമുദ്രം എന്നെല്ലാം ചോദിച്ചാൽ പസഫിക് സമുദ്രം. ലോകത്ത് ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന മേഖലയാണ് റിംഗ് ഓഫ് ഫയർ. ഏറ്റവും അധികം ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന സമുദ്രം പസഫിക് സമുദ്രം. ഈസ്റ്റർ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന സമുദ്രം. ലോക വിസ്തൃതിയുടെ 1/3 ഭാഗവും പസഫിക് സമുദ്രത്തിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായിട്ടുള്ള താമു മാസിഫ് സ്ഥിതി ചെയ്യുന്ന സമുദ്രം പസഫിക് സമുദ്രം. പസഫിക് സമുദ്രത്തിലെ ആ പേര് നൽകിയ വ്യക്തി ഫെർഡിനാൻഡ് മഗല്ലൻ ആണ്. വർഷം 1521. ഭൂമിയിലെ ഏറ്റവും ആഴമുള്ള ഭാഗമാണ് ചലഞ്ചർ ഗർത്തം. മറിയാന ട്രെഞ്ചിലാണ് ഉള്ളത്. ചലഞ്ചർ ഗർത്തം ആദ്യമായിട്ട് കണ്ടെത്തിയത് HMS ചലഞ്ചർ ഗവേഷണ കപ്പലാണ്. ചലഞ്ചർ ഗർത്തത്തിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത ഹോളിവുഡ് സംവിധായകനാണ് ജെയിംസ് കാമറൂൺ. പസഫിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് പാപ്പുവ ന്യൂഗിനിയ. ഹവായ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രത്തിലാണ്. ന്യൂസിലാൻഡ്, ഗാലപ്പഗോസ് എന്നിവ സ്ഥിതി ചെയ്യുന്നതും പസഫിക് സമുദ്രത്തിലാണ്. അടുത്തതായിട്ട് അറ്റ്ലാന്റിക് സമുദ്രത്തെക്കുറിച്ച് നോക്കാം. വലിപ്പത്തിൽ 2-ാം സ്ഥാനത്തുള്ള സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. S ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം, മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് സ്ഥിതി ചെയ്യുന്ന സമുദ്രവുമൊക്കെ അറ്റ്ലാന്റിക് സമുദ്രമാണ്. ബെർമുഡ ട്രയാങ്കിൾ സ്ഥിതി ചെയ്യുന്ന സമുദ്രം, ആമസോൺ നദി പതിക്കുന്ന സമുദ്രം, ടൈറ്റാനിക് ദുരന്തം നടന്ന സമുദ്രം എല്ലാം അറ്റ്ലാന്റിക് സമുദ്രമാണ്. ടൈറ്റാനിക് ദുരന്തം ഉണ്ടായ വർഷം 1912 ഏപ്രിൽ മാസം 14-ാം തീയതിയാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് പ്യൂട്ടോറിക്ക ഗർത്തം. ലോകത്തെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതയാണ് നോർത്ത് അറ്റ്ലാന്റിക് പാത. ചാളക്കടൽ സ്ഥിതി ചെയ്യുന്ന സമുദ്രം വടക്കൻ അറ്റ്ലാന്റിക്. കപ്പലുകളുടെ ശ്മശാനം, ജൈവ മരുഭൂമി എന്നിങ്ങനെ അറിയപ്പെടുന്നത് സർഗാസോ കടൽ ആണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടുള്ള ഗ്രാൻഡ് ബാങ്ക്സ് ഈ സമുദ്രത്തിലാണ്. അടുത്തതായിട്ട് ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ ഓഷ്യനെക്കുറിച്ച് നോക്കുമ്പോൾ വലിപ്പത്തിൽ 3-ാം സ്ഥാനത്തുള്ള മഹാസമുദ്രമാണ് ഇന്ത്യൻ ഓഷ്യൻ.
ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക മഹാസമുദ്രം. പ്രാചീന കാലത്ത് രത്നാകര എന്നറിയപ്പെട്ടിരുന്ന സമുദ്രം ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് മഡഗാസ്കർ. 8ാമത്തെ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നതും മഡഗാസ്കറാണ്. ജാവ, സുമാത്ര എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. ചെങ്കടൽ, അറബിക്കടൽ, പേർഷ്യൻ കടൽ, ബംഗാൾ ഉൾക്കടൽ എന്നിവയും സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹങ്ങളാണ് പ്രധാനമായിട്ടും ഉഷ്ണജലപ്രവാഹമാണ്. മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാലാണ് സൂയസ് കനാൽ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കൻ സൈനിക താവളമാണ് ഡീഗോ ഗാർഷ്യോ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാനപ്പെട്ട ജലപ്രവാഹങ്ങളാണ് മൊസാബിക്, അഗുൽഹാസ് എന്നിവയൊക്കെ. ദക്ഷിണ പസഫിക് സമുദ്രത്തിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും ഇടയിലാണ് ഓസ്ട്രേലിയ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് പ്രധാനപ്പെട്ട സമുദ്രങ്ങളും അതിൻ്റെ വിസ്തൃതി, ശരാശരി ആഴം, ഏറ്റവും ആഴമുള്ള ഗർത്തവും എന്താണെന്ന് നോക്കാം. പസഫിക് സമുദ്രത്തിൻ്റെ നോക്കുകയാണെങ്കിൽ വിസ്തൃതി 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ, ശരാശരി ആഴം 4270 മീറ്റർ. ഏറ്റവും ആഴമുള്ള ഗർത്തം ചലഞ്ചർ ഗർത്തമാണ്, 11,033 മീറ്റർ. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ നോക്കുകയാണെങ്കിൽ വിസ്തൃതി 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ, ആഴം 3700 മീറ്റർ. ഏറ്റവും ആഴമുള്ള ഗർത്തം പ്യൂട്ടോറിക്ക ഗർത്തം 8618 മീറ്റർ. ഇന്ത്യൻ സമുദ്രം വിസ്തൃതി 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ, ശരാശരി ആഴം 3960 മീറ്റർ. ഏറ്റവും ആഴമുള്ള ഗർത്തമാണ് വാർട്ടൻ ഗർത്തം, 7725 മീറ്ററാണ് അതിൻ്റെ ആഴം വരുന്നത്. അടുത്തതായിട്ട് അന്റാർട്ടിക് സമുദ്രത്തെക്കുറിച്ച് നോക്കാം. ആകെ വിസ്തൃതി 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. അന്റാർട്ടിക്ക വൻകരയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രം ദക്ഷിണ സമുദ്രം എന്നും അറിയപ്പെടുന്നു. തുറമുഖങ്ങൾ ഇല്ലാത്ത സമുദ്രം എല്ലാം അന്റാർട്ടിക് ഓഷ്യനാണ്. സമുദ്ര ഉപരിതലം മഞ്ഞുകട്ടകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. അടുത്തതായിട്ട് എൽ നിനോ, ലാനിന. പസഫിക് സമുദ്രത്തിലുണ്ടാകുന്ന കാലാവസ്ഥാ മാറ്റങ്ങളാണ് എൽ നിനോ, ലാനിന എന്നീ പ്രതിഭാസങ്ങൾ. എൽ നിനോ എന്ന വാക്കിനർത്ഥം ഉണ്ണിയേശു എന്നും ലാനിന എന്ന വാക്കിനർത്ഥം ചെറിയ പെൺകുട്ടി എന്നുമാണ്. ആർട്ടിക് ഓഷ്യനെ കുറിച്ച് നോക്കുമ്പോൾ വിസ്തൃതി 14.09 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഏറ്റവും കൂടിയ ആഴം 5180 മീറ്റർ. ഏറ്റവും ചെറിയ സമുദ്രമാണ് ആർട്ടിക് ഓഷ്യൻ. ഡി ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ആർട്ടിക് ഓഷ്യൻ. ആർട്ടിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ആർട്ടിക് ബേസിൻ ആണ്. സമുദ്ര ചലനങ്ങളെക്കുറിച്ച് നോക്കാം. താപം, ലവണത്വം, സാന്ദ്രത എന്നിവയിലെ അസന്തുലിതാവസ്ഥ സമുദ്രജല ചലനങ്ങൾക്ക് കാരണമാകുന്നു. സമുദ്രജല ചലനങ്ങളാണ് തിരമാലകൾ, വേലികൾ, ജലപ്രവാഹങ്ങളും. വേവ്സിനെ കുറിച്ച് നോക്കുമ്പോൾ സമുദ്രജല ഉപരിതലത്തിൻ്റെ നിമ്നോന്നത രൂപത്തിലുള്ള ചലനങ്ങളാണ് തിരകൾ. തിരയുടെ ഉയർന്ന ഭാഗം അറിയപ്പെടുന്നത് തിര ശിഖരം അഥവാ ക്രസ്റ്റ് എന്നും തിരയുടെ താഴ്ന്ന ഭാഗം അറിയപ്പെടുന്നത് തിര തടം അഥവാ ട്രഫ് എന്നുമാണ്. അടുത്തടുത്തുള്ള രണ്ട് തിര ശിഖരങ്ങൾ തമ്മിലുള്ള അകലം തിര ദൈർഘ്യം വേവ് ലെന്താണ്. തിരാതടം മുതൽ തിര ശിഖരം വരെയുള്ള ലംബ ദൂരമാണ് തിരോന്നതി വേവ് ഹൈറ്റ്. കാറ്റുകൾ സമുദ്ര ഉപരിതലത്തിൽ ഏൽപ്പിക്കുന്ന കർഷണമാണ് തിരകൾക്ക് കാരണം. കാറ്റിൻ്റെ ശക്തിക്കനുസരിച്ച് തിരമാലകളുടെ ശക്തി കൂടുന്നു. കേരളത്തിലെ തീരങ്ങൾ ഏറ്റവും കൂടുതൽ കടലാക്രമണങ്ങൾക്ക് വിധേയമാകുന്ന കാലമാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലഘട്ടം. അടുത്തതായിട്ട് കടലാക്രമണത്തെ പ്രതിരോധിക്കാനായിട്ട് സ്വീകരിക്കേണ്ട മാർഗങ്ങൾ നോക്കാം. കടലോരങ്ങളിൽ പാറകൾ നിക്ഷേപിക്കൽ,
പുലിമൂട്ടുകൾ നിർമ്മിക്കൽ, കണ്ടൽക്കാടുകൾ വെച്ചുപിടിപ്പിക്കൽ, മണൽ ഭിത്തികളൊക്കെ നിർമ്മിക്കുക. കടൽത്തറകളിൽ ഉണ്ടാകുന്ന അഗ്നിപർവ്വതങ്ങളും ഭൂകമ്പങ്ങളും മൂലമുണ്ടാകുന്ന വിനാശകാരികളായിട്ടുള്ള വൻ തിരമാലകളാണ് സീസ്മിക് കടൽ തിരകൾ അഥവാ സുനാമികൾ എന്ന് വിളിക്കുന്നത്. സുനാമികൾക്ക് മണിക്കൂറിൽ 800 കിലോമീറ്റർ വരെ വേഗതയുണ്ടാകാറുണ്ട്. ചാകര എന്താണെന്ന് നോക്കാം. മൺസൂൺ കാലത്തിൻ്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന ഒരു പ്രതിഭാസമാണ് ചാകര. ചെളി അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ചിറകളിലെ കലക്കവെള്ളത്തിലെ പ്ലവകങ്ങളും ചെളിയും ഭക്ഷിക്കാനായിട്ട് ചെമ്മീൻ, മത്തി, അയല മുതലായ മത്സ്യങ്ങൾ കൂട്ടം കൂട്ടമായി എത്തുന്ന പ്രതിഭാസമാണ് ചാകര. അടുത്തതായിട്ട് വേലികളെക്കുറിച്ച് നോക്കാം. ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ സമുദ്ര ജലനിരപ്പിനുണ്ടാകുന്ന ഉയർച്ചയും താഴ്ചയും അറിയപ്പെടുന്നത് വേലികൾ എന്നാണ്. സമുദ്രജല വിതാനത്തിൻ്റെ ഉയർച്ച അറിയപ്പെടുന്നത് വേലിയേറ്റം എന്നും സമുദ്രജല വിതാനത്തിൻ്റെ താഴ്ച അറിയപ്പെടുന്നത് വേലി ഇറക്കം എന്നുമാണ്. വേലികളുണ്ടാകാനുള്ള കാരണങ്ങൾ ഭൂമിയുടെ മേൽ ചന്ദ്രനും സൂര്യനും ചെലുത്തുന്ന ആകർഷണ ബലം, ഭൂമിയുടെ ഭ്രമണഫലമായുണ്ടാകുന്ന അപകേന്ദ്ര ബലവുമാണ്. സൂര്യനെ അപേക്ഷിച്ച് ചന്ദ്രന് വലിപ്പം കുറവാണെങ്കിലും ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതിനാൽ ചന്ദ്രൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണം സൂര്യൻ ചെലുത്തുന്ന ആകർഷണത്തെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. ചന്ദ്രൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണ ബലത്തിൻ്റെ ഫലമായിട്ട് ചന്ദ്രന് അഭിമുഖമാകുന്ന ഭൂമിയുടെ ഭാഗത്തെ ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണ് വേലിയേറ്റം. ചന്ദ്രൻ പ്രതിമുഖമായ ഭാഗത്തെ ജലനിരപ്പ് ഉയരുന്നതിന് കാരണമായിട്ടുള്ള ഘടകം അപകേന്ദ്ര ബലം അഥവാ സെൻട്രിഫ്യൂഗൽ ഫോഴ്സാണ്. വേലിയേറ്റങ്ങൾക്ക് വിധേയമാകുന്ന സ്ഥലങ്ങൾക്ക് 90 ഡിഗ്രി അകലെയുള്ള പ്രദേശങ്ങളിൽ ജലനിരപ്പ് താഴുന്ന പ്രതിഭാസമാണ് വേലിയിറക്കം. ഈ പ്രദേശങ്ങളിലെ ജലം വേലിയേറ്റ പ്രദേശങ്ങളിലേക്ക് ഒഴുകിപ്പോകുന്നതിനാലാണ് ഇവിടെ ജലനിരപ്പ് താഴുന്നത്. വാവുബലികൾ അഥവാ സ്പ്രിംഗ് ടൈഡ്സിനെ കുറിച്ച് നോക്കാം. ഓരോ മാസത്തിലും അമാവാസി അതായത് കറുത്തവാവിലും ദിവസത്തിലും പൗർണമി അഥവാ വെളുത്തവാവ് ദിവസത്തിലും സൂര്യനും ചന്ദ്രനും ഭൂമിക്ക് നേർരേഖയിൽ വരുന്നു. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ആകർഷണ ശക്തി കൂടുതൽ ആയതിനാൽ മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് ഈ ദിവസങ്ങളിൽ ശക്തമായ വേലിയേറ്റം ഉണ്ടാകുന്നു. ഇത്തരം ശക്തമായ വേലിയേറ്റങ്ങൾ അറിയപ്പെടുന്നത് വാവുബലികൾ എന്നാണ്. അടുത്തതായിട്ട് സപ്തമി വേലികൾ നീപ്പ് ടൈഡ്സ്. അമാവാസി, പൗർണമി എന്നീ ദിവസങ്ങൾക്ക് ശേഷം 7 ദിവസം കഴിയുമ്പോൾ സൂര്യനും ഭൂമിയും ചന്ദ്രനും 90 ഡിഗ്രി കോണീയ അകലങ്ങളിൽ എത്തുന്നു. ഈ ദിവസങ്ങളിൽ സൂര്യനും ചന്ദ്രനും ഭൂമിയെ 90 ഡിഗ്രി കോണീയ അകലങ്ങളിൽ നിന്നും ആകർഷിക്കുന്നതിനാൽ വളരെ ദുർബലമായിട്ടുള്ള വേലിയേറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. ദുർബലമായ ഇത്തരം വേലികളെ സപ്തമി വേലികൾ എന്നറിയപ്പെടുന്നു. ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നു. വേലികൾ സൃഷ്ടിക്കുന്ന ഫലങ്ങൾ. തുറമുഖങ്ങളിലും സമുദ്രതീരങ്ങളിലും നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള മാലിന്യങ്ങൾ സമുദ്രത്തിൻ്റെ ഉൾഭാഗങ്ങളിലേക്ക് നീക്കം ചെയ്യപ്പെടുന്നു. ശക്തമായ വേലികളുടെ ഫലമായിട്ട് നദീമുഖങ്ങളിൽ ഡെൽറ്റകൾ രൂപം കൊള്ളുന്നത് തടസ്സപ്പെടുന്നു. വേലിയേറ്റ സമയങ്ങളിൽ ഉപ്പളങ്ങളിൽ കടൽ വെള്ളം കയറാൻ കഴിയുന്നു. മീൻപിടുത്തത്തിനായിട്ട് കടലിലേക്ക് കട്ടമരങ്ങളിൽ പോകുന്നതിനും വരുന്നതിനും സഹായിക്കുന്നു. വേലിയേറ്റ ശക്തിയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ആഴം കുറഞ്ഞ തുറമുഖങ്ങളിലേക്ക് കപ്പലുകൾ അടുപ്പിക്കുന്നത് വേലിയേറ്റ സന്ദർഭങ്ങളിലാണ്. അടുത്തതായിട്ട് സമുദ്രജല പ്രവാഹത്തെക്കുറിച്ച് നോക്കാം. ഒരു ദിശയിൽ നിന്നും മറ്റൊരു ദിശയിലേക്കുള്ള സമുദ്രജലത്തിൻ്റെ തുടർച്ചയായ പ്രവാഹത്തെയാണ് സമുദ്രജല പ്രവാഹം എന്ന് പറയുന്നത്. സമുദ്രജല പ്രവാഹങ്ങൾ 2 തരത്തിലുണ്ട്. 1 ഉഷ്ണജല പ്രവാഹം, 2 ശീതജല പ്രവാഹം. ഉഷ്ണമേഖലയിൽ നിന്നും ഓരോ ഉപോഷ്ണ മേഖലയിൽ നിന്നോ സഞ്ചരിച്ച് ധ്രുവീയ ഉപധ്രുവീയ മേഖലയിലേക്ക് ഒഴുകുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് ഉഷ്ണജല പ്രവാഹങ്ങൾ. ധ്രുവീയ ഉപധ്രുവീയ മേഖലയിൽ നിന്നും ഉഷ്ണമേഖലയിലേക്കോ ഉപോഷ്ണ മേഖലയിലേക്കോ ഒഴുകിയെത്തുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് ശീതജല പ്രവാഹങ്ങൾ. സമുദ്രജലത്തിൻ്റെ സാന്ദ്രതാ വ്യത്യാസം ജലപ്രവാഹങ്ങൾക്ക് കാരണമാകുന്നു. അടുത്തതായിട്ട്
പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങളെക്കുറിച്ച് നോക്കാം. ഉഷ്ണജലപ്രവാഹമാണ് ഉത്തര മധ്യരേഖാ പ്രവാഹം, കുറേഷ്യോ പ്രവാഹം, പൂർവ്വ ഓസ്ട്രേലിയൻ പ്രവാഹം, ഉത്തര പസഫിക് പ്രവാഹം, ബ്രിട്ടീഷ് കൊളംബിയൻ പ്രവാഹം, മധ്യരേഖാ പ്രതിപ്രവാഹം, ദക്ഷിണ മധ്യരേഖാ പ്രവാഹം. ശീതജല പ്രവാഹമാണ് പെറു ഹംബോൾട്ട് പ്രവാഹം, കാലിഫോർണിയ പ്രവാഹം, ഒയാഷിയോ പ്രവാഹം, പശ്ചിമവാത പ്രവാഹം. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ. ഉഷ്ണജലപ്രവാഹം ഉത്തര മധ്യരേഖാ പ്രവാഹം, ഫ്ലോറിഡ പ്രവാഹം, ഗൾഫ് സ്ട്രീം പ്രവാഹം, ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം, ദക്ഷിണ മധ്യരേഖാ പ്രവാഹം, ബ്രസീൽ പ്രവാഹം, മധ്യരേഖാ പ്രതിപ്രവാഹം. ശീതജല പ്രവാഹമായിട്ട് ലാബ്രഡോർ പ്രവാഹം, കാനറീസ് പ്രവാഹം, പശ്ചിമവാത പ്രവാഹം, ബൻഗ്വേല പ്രവാഹം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹങ്ങളാണ്. ഉഷ്ണജല പ്രവാഹത്തിൽ വരുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പ്രവാഹം, ദക്ഷിണ മധ്യരേഖാ പ്രവാഹം, അഗുൽഹാസ് പ്രവാഹം. ശീതജല പ്രവാഹങ്ങളാണ് പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം, പശ്ചിമവാത പ്രവാഹവും. സമുദ്ര ജലപ്രവാഹങ്ങളുടെ ഫലങ്ങൾ നോക്കാം. സമുദ്രതീര പ്രദേശങ്ങളിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു. ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ സന്ധിക്കുന്ന പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞുണ്ടാകുന്നു. ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ സന്ധിക്കുന്ന പ്രദേശങ്ങളിൽ മത്സ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഗ്രാൻഡ് ബാങ്ക്സ്. ലോകത്തിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഗ്രാൻഡ് ബാങ്ക്സ്. വടക്കേ അമേരിക്കയുടെ കിഴക്ക് ന്യൂ ഹൗണ്ട് ലാറ്റിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ഗൾഫ് സ്ട്രീം ഉഷ്ണജല പ്രവാഹവും ലാബ്രഡോർ ശീതജല പ്രവാഹവും സന്ധിക്കുന്നതിനാൽ ഇവിടെ മത്സ്യവളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സാഹചര്യം രൂപപ്പെടുന്നു. ലാബ്രഡോർ പ്രവാഹം മത്സ്യ ആഹാരമായിട്ടുള്ള പ്ലവകങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകരമായതിനാൽ ധാരാളം മത്സ്യങ്ങളെ ഈ മേഖലയിലേക്ക് ആകർഷിക്കുന്നു. ഭൗമചലനങ്ങൾ. ഭൗമചലനങ്ങളുടെ ഫലമായിട്ട് ഭൂവൽക്കത്തിലെ ചില പ്രദേശങ്ങൾ ഉയർത്തപ്പെടുന്ന പ്രക്രിയയാണ് ഉത്ഥാനം അഥവാ അപ്ലിഫ്റ്റ്. ഭൗമചലനങ്ങളുടെ ഫലമായിട്ട് ഭൂവൽക്കത്തിലെ ചില പ്രദേശങ്ങൾ താഴ്ത്തപ്പെടുന്ന പ്രക്രിയയെ അവതലനം അഥവാ സബ്സിഡൻസ് എന്നും പറയുന്നു. ഭൂകമ്പം. ഭൂകമ്പങ്ങൾ മിക്കവയും കേന്ദ്രീകരിക്കുന്ന ഭാഗം ഫലകാതിരുകളാണ്. ഭൂമിയുടെ ആഴങ്ങളിൽ ഫലകചലന ഫലമായിട്ടും മറ്റും ശിലകൾക്ക് സ്ഥാനമാറ്റവും ഭ്രംശം സംഭവിക്കാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ഭൂമിയുടെ ശിലാമണ്ഡലത്തിൽ പെട്ടെന്ന് ശക്തമായിട്ടുള്ള സമ്മർദ്ദം അനുഭവപ്പെടുകയും ഭൂകമ്പ തരംഗങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഈ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ സൃഷ്ടിക്കുന്ന പ്രകമ്പനങ്ങളാണ് ഭൂകമ്പം. ഭൂകമ്പം ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഫലകചലനം, ഭ്രംശനം, കനികളുടെ മേൽക്കൂര ഇടിഞ്ഞു വീഴുന്നത്, ജലസംഭരണികളിലെ സമ്മർദ്ദം, അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ ഒക്കെ ആകുന്നു. നേപ്പാൾ ഭൂകമ്പം ഉണ്ടായ വർഷം 2015 ഏപ്രിൽ 23. ഭൂമിയുടെ ആഴങ്ങളിൽ പ്രകമ്പനങ്ങൾ ഉണ്ടാകുന്ന കേന്ദ്രങ്ങൾ അറിയപ്പെടുന്നത് പ്രഭവ കേന്ദ്രം അഥവാ ഫോക്കസ് എന്നാണ്. പ്രഭവ കേന്ദ്രത്തിന് നേർമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഭൗമ ഉപരിതലത്തെ കേന്ദ്രം അറിയപ്പെടുന്നത് എപ്പിസെൻറ്റർ എന്നാണ്. ഭൂകമ്പവേളയിൽ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും പുറപ്പെടുന്ന 3 തരം തരംഗങ്ങളുണ്ട്. പ്രാഥമിക തരംഗങ്ങൾ പ്രൈമറി വേവ്സ്, ദ്വിതീയ തരംഗങ്ങൾ സെക്കൻഡറി വേവ്സ്, ത്രിതല തരംഗങ്ങൾ സർഫസ് വേവ്സ്. ഏറ്റവും വിനാശകാരിയായിട്ടുള്ള ഭൂകമ്പ തരംഗങ്ങളാണ് പ്രതല തരംഗങ്ങൾ. ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണം സീസ്മോഗ്രാഫാണ്. ഭൂകമ്പ സമയത്ത് പുറപ്പെടുന്ന ഊർജത്തിൻ്റെ തീവ്രത അളന്ന് തിട്ടപ്പെടുത്തുന്ന തോതാണ് റിക്ടർ സ്കെയിൽ. ഇതുവരെ കണക്കാക്കിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഭൂകമ്പ തീവ്രത അനുഭവപ്പെട്ട സ്ഥലം ചിലിയാണ്. ചിലിയിലുണ്ടായ ഭൂകമ്പത്തിൻ്റെ തീവ്രത 9.5 ആണ്. അടുത്തതായിട്ട് സുനാമികൾ. കടലിനടിയിലുണ്ടാകുന്ന വൻ ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം, ഉൽക്കകളുടെ പതനം എന്നിവ മൂലമുണ്ടാകുന്ന ആഘാതങ്ങൾ തരംഗങ്ങൾ സൃഷ്ടിക്കുന്ന അനേകം
മീറ്ററുകളോളം ഉയർന്നു പൊങ്ങുന്ന ഭീമൻ തിരമാലകളാണ് സുനാമികൾ. കേരള തീരത്ത് സുനാമിയുണ്ടായ വർഷം 2004 ഡിസംബർ 26. ഇന്ത്യയിലും ശ്രീലങ്കയിലും നാശം വിതച്ച സുനാമിക്ക് കാരണമായിട്ടുള്ള ഭൂചലനം ഉണ്ടായ സ്ഥലം സുമാത്ര, ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ NOAA സ്ഥാപിച്ചിട്ടുള്ള സുനാമി മുന്നറിയിപ്പ് സംവിധാനമാണ് DART, ഡീപ്പ് ഓഷ്യൻ അസസ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. അടുത്തതായിട്ട് അഗ്നിപർവ്വതങ്ങൾ അഥവാ വോൾക്കാനോസ്. ഫലക ചലനങ്ങളുടെ ഫലമായിട്ട് ഫലക അതിരുകളിൽ വിള്ളലുകളിലൂടെ ഒഴുകിയ ശിലാദ്രവം പുറത്തേക്ക് വന്ന് രൂപം കൊള്ളുന്നതാണ് അഗ്നിപർവ്വതങ്ങൾ. ലോകത്തിലെ 80% അഗ്നിപർവ്വതങ്ങളും കാണപ്പെടുന്നത് പസഫിക് സമുദ്രത്തിലെ അതിർത്തി പ്രദേശങ്ങൾക്ക് ചുറ്റുമാണ്. 452 അഗ്നിപർവ്വതങ്ങൾ ഉൾക്കൊള്ളുന്ന പസഫിക് സമുദ്രത്തിലെ അതിർത്തി മേഖല അറിയപ്പെടുന്നത് ശാന്തസമുദ്രത്തിലെ തീവലയം അഥവാ പസഫിക് റിംഗ് ഓഫ് ഫയർ എന്നാണ്. അഗ്നിപർവ്വതങ്ങളുടെ ഉപയോഗങ്ങൾ നോക്കിയാൽ ലാവാശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണ് ഫലഭൂഷ്ടമാണ്. ഉദാഹരണം നോക്കിയാൽ ഡെക്കാൻ പീഠഭൂമി പ്രദേശത്തെ കറുത്ത മണ്ണാണ്. അഗ്നിപർവ്വത പ്രദേശങ്ങളിൽ പലയിടത്തും ഗീസറുകൾ രൂപപ്പെടുന്നു. ഈ പ്രദേശങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായിട്ട് മാറാറുണ്ട്. ഉദാഹരണം വടക്കൻ അമേരിക്കയിലെ യെല്ലോസ്റ്റോൺ പാർക്കിലെ ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗീസർ ആണ്. അഗ്നിപർവ്വത സ്ഫോടന സമയത്ത് പുറത്തേക്ക് വരുന്ന ചാരം വളമായി ഉപയോഗിക്കാം. അടുത്തതായിട്ട് ദ്വീപുകളെക്കുറിച്ച് നോക്കാം. പൂർണ്ണമായിട്ടും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗമാണ് ദ്വീപുകൾ. ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻലാൻഡ്. ഡെൻമാർക്കിൻ്റെ അധീനതയിലുള്ള ദ്വീപാണ് ഗ്രീൻലാൻഡ്. ഗ്രീൻലാൻഡിൻ്റെ പ്രാദേശിക നാമം കലാലിത് നൂനാത്ത് എന്നാണ്. കലാലിത് നൂനാത്ത്. വലിപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള ദ്വീപ് പാപ്പുവ ന്യൂഗിനിയ. ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് മജുലി ദ്വീപ്. ഏറ്റവും വലിയ കരീബിയൻ ദ്വീപ് ക്യൂബ. ലോകത്തിലെ ഏറ്റവും ചെറിയ ദ്വീപരാഷ്ട്രം നൗറു എന്നറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ദ്വീപ് രാഷ്ട്രമാണ് സിംഗപ്പൂർ. ജപ്പാനിലെ ഏറ്റവും വലിയ ദ്വീപ് ഹോൺഷു ആണ്. ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ട ദ്വീപാണ് ഗാലപ്പഗോസ്. ഈസ്റ്റർ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന സമുദ്രം പസഫിക് സമുദ്രം. ഹണിമൂൺ ദ്വീപ്, ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ് എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന തടാകം ഒഡീഷയിലെ ചിൽക്ക തടാകത്തിലാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കയുടെ സൈനിക താവളമാണ് ഡീഗോ ഗാർഷ്യ ദ്വീപുകൾ. നെപ്പോളിയനെ നാടുകടത്തിയ ദ്വീപ് സെൻറ്റ് ഹെലേന. നെപ്പോളിയൻ ജനിച്ച ദ്വീപാണ് കോഴ്സിക്ക. ബ്രിട്ടനും അർജന്റീനയും നിയന്ത്രണത്തിലായി ഏറ്റുമുട്ടിയ ദ്വീപാണ് ഫോക്ലാൻഡ് ദ്വീപ്. കരീബിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹമാണ് വെസ്റ്റ് ഇൻഡീസ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹം ഇന്തോനേഷ്യ. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപാണ് ഇന്തോനേഷ്യയിലെ ജാവ. USA ഭാഗമായിട്ടുള്ള ദ്വീപുകൾ ഹവായ് ദ്വീപാണ്. അടുത്തതായിട്ട് ഉപദ്വീപുകളെ കുറിച്ചുകൂടി നോക്കാം. 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട കരഭാഗമാണ് ഉപദ്വീപ്. ഉപദ്വീപുകളുടെ വൻകര യൂറോപ്പ്. ലോകത്തിലെ ഏറ്റവും വലിയ ഉപദ്വീപാണ് അറേബ്യൻ ഉപദ്വീപ്. യൂറോപ്പിലെ ഏറ്റവും വലിയ ഉപദ്വീപ് സ്കാൻഡിനേവിയൻ ആണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ് സ്വീഡൻ, ഡെൻമാർക്ക്, ഐസ്ലാൻഡ്, നോർവേ, ഫിൻലാൻഡ്. ഏറ്റവും വലിയ സ്കാൻഡിനേവിയൻ രാജ്യം സ്വീഡൻ ആണ്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി ഉപദ്വീപുകൾ, ദ്വീപുകൾ, ഭൂകമ്പം, സുനാമികൾ, അഗ്നിപർവ്വതങ്ങൾ, ഭൗമചലനങ്ങൾ, സമുദ്രജല പ്രവാഹങ്ങളുടെ ഫലങ്ങൾ, അറ്റ്ലാന്റിക് സമുദ്രത്തിലെയും പസഫിക് സമുദ്രത്തിലെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും ജലപ്രവാഹങ്ങൾ, മറ്റ് ജലപ്രവാഹങ്ങൾ, സപ്തമി വേലികൾ, വാവുവേലികൾ, വേലിയേറ്റങ്ങൾ, അതിൻ്റെ ഗുണങ്ങൾ, ചാകര, സമുദ്രചലനങ്ങൾ, 5 തരം സമുദ്രം, ലോകത്തിലെ 5 സമുദ്രത്തെക്കുറിച്ചും പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, അന്റാർട്ടിക് സമുദ്രവും ആർട്ടിക് സമുദ്രവും, ഈ 5 സമുദ്രങ്ങളെക്കുറിച്ചും ബാക്കി സമുദ്രത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലെയുള്ള ടോപ്പിക് വൈസ് വീഡിയോസിനായിട്ടും
റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനായിട്ടും ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിട്ടാൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അന്നേരം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വേണ്ടുന്ന ടോപ്പിക്സുമൊക്കെ എന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാവുന്നതുമാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്തും കൊടുക്കണേ. ഇതുപോലെയുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ടും PSC റിലേറ്റഡ് ടോപ്പിക്സുമായിട്ടും ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഏവർക്കും നന്ദി, നമസ്കാരം.